എല്ലാവർക്കും നമസ്കാരം. ജനിച്ച അന്നു മുതൽ സ്വന്തം കാലിൽ നടക്കാൻ പറ്റാതെ പോയ ഒരു പെൺകുട്ടി. അവളുടെ പേര് മീര എന്നാണ്. വൈക്കത്തിനടുത്താണ് വീട്. ജന്മന സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ SMA എന്ന അപൂർവ രോഗം അവരെ ബാധിച്ചിരുന്നു. മോട്ടോ ന്യൂറോൺസിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന വളരെ റെയറായ ജനറ്റിക് ഡിസോർഡർ. ദിവസം കഴിയുന്തോറും ശരീരത്തിലെ മസിലുകൾ ദുർബലമായി വരുന്നതാണ് രോഗം. 3 വയസ്സിന് ശേഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൾക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. 3ാം ക്ലാസ് വരെ അച്ഛൻ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. പിന്നെ പഠിത്തം വീട്ടിലിരുന്നായി. പുറത്തേക്ക് പോകാനാകാത്ത അവൾ വലിയ സ്വപ്നങ്ങളെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കി വെച്ചു. സ്വയം പഠിച്ച് 10ാം ക്ലാസ് പാസ്സായി. +2 ജയിച്ചു. രോഗത്തിന് ശരീരത്തെ മാത്രമേ നിശ്ചലമാക്കാൻ കഴിഞ്ഞുള്ളൂ. മനസ്സും ബുദ്ധിയും പതറാതെ നിന്നു. ഒന്ന് നീങ്ങിയിരിക്കണമെങ്കിൽ നിലത്ത് നിരങ്ങി നീങ്ങണം. അപ്പോഴാണ് നാട്ടിലുള്ളൊരു സംഘടന ഒരു വീൽ ചെയർ കൊടുത്തത്. പക്ഷെ പേശികൾക്ക് ബലമില്ലാത്ത മീരയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നില്ല. അവളുടെ 26ാമത്തെ വയസ്സിൽ ഒരു സിനിമ കണ്ടു, ബാംഗ്ലൂർ ഡേയ്സ്. അതിൽ പാർവതി തിരുവോത്തിൻ്റെ കഥാപാത്രം ഓട്ടോമാറ്റിക് വീൽ ചെയറിലാണ് സഞ്ചരിച്ചിരുന്നത്. അത് മീരയിൽ പ്രതീക്ഷ ജനിപ്പിച്ചു. തനിക്കും അത്തരമൊരു ഇലക്ട്രിക് വീൽ ചെയർ കിട്ടിയാൽ മറ്റുള്ളവരുടെ ദേഹത്ത് നിൽക്കാതെ സ്വയം നീങ്ങാനാകും. പക്ഷേ ഇറക്കുമതി ചെയ്ത് കിട്ടുന്ന ഇലക്ട്രിക് വീൽ ചെയറുകളുടെ വില താങ്ങാവുന്ന കുടുംബമായിരുന്നില്ല മീരയുടേത്. അവളുടെ ആഗ്രഹം മങ്ങിത്തുടങ്ങി. ആ സമയം ബാംഗ്ലൂർ ഡേയ്സിൽ പാർവതി ഉപയോഗിച്ച അതേ വീൽ ചെയർ നിർമ്മിക്കുന്ന കമ്പനി മീരയുടെ മുന്നിലെത്തി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അവൾക്ക് അഫോർഡബിളായ വിലയിൽ ലോകത്തെ ഏറ്റവും പെർഫെക്റ്റായ ഇലക്ട്രിക് വീൽ ചെയറുകളിലൊന്ന് ആ വീട്ടിലെത്തി. അവരുടെ ജീവിതം മാറുകയായിരുന്നു. ഇന്ന് മീര ഒരു അമേരിക്കൻ കമ്പനിയിലെ ജീവനക്കാരിയാണ്. വർക്ക് ഫ്രം ഹോമായി ജോലി നോക്കുന്നു. കല്യാണം കഴിഞ്ഞു. ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് ഇലക്ട്രിക് വീൽ ചെയറിൻ്റെ സഹായത്താൽ എത്തുന്നു. ലോകത്തെ അടുത്ത് കാണുന്നു. ഇത് കഥയല്ല, പച്ചയായ ഒരു ജീവിതമാണ്. മാത്രമല്ല 3 ഷോർട്ട് ഫിലിമുകൾക്ക് മീര കഥയെഴുതി, 1 ഡയറക്റ്റ് ചെയ്തു. കാരണം ചുവരുകളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് പോകാൻ കിട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും അർത്ഥവും അവൾക്ക് അത്ര വലുതായിരുന്നു. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ശാസ്താംകോട്ട DB കോളേജിൽ ഒന്നിച്ചു പഠിച്ച കൗമാരക്കാരായ 5 പേർ. പേര് വേണു, ബിനു, ശ്രീജിത്ത്, ഹർഷ, പിന്നെ ഹരി. കോളേജ് ക്യാമ്പസിൽ സ്വപ്നങ്ങളും ഭാവിയും പങ്കിട്ട് അവർ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും കഴിഞ്ഞു. കൗമാരത്തിൻ്റെ എല്ലാ പ്രസരിപ്പിലും കോളേജ് ജീവിതം ആസ്വാദകരമായി മുന്നോട്ടു പോയി. 1992 ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവർ 5 പേരും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു. പല കോഴ്സുകൾക്ക് ചേർന്ന് ജീവിതം കരുപിടിപ്പിച്ചു. വേണു ആദ്യം HCLലും പിന്നെ IBMലും ജോലി തേടി. ശ്രീജിത്തും ഹർഷയും IBMൽ കരിയർ കണ്ടെത്തി. ബിനു കുവൈറ്റ് എയർവേസിൽ ജോലിക്ക് ചേർന്നു. 5ാമനായ ഹരി പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിൽ മന്നനായിരുന്നു. ആദ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളിലൊന്നായ റേവയിൽ ഹരി പിന്നീട് ജോയിൻ ചെയ്തു. എല്ലാവരും അവരവരുടെ മേഖലകളിൽ മികച്ച പ്രൊഫഷണൽ കരിയർ കെട്ടിപ്പടുത്ത് മുന്നോട്ടു പോകുന്ന കാലം. 2000ൻ്റെ തുടക്കമാണ്. എന്തെങ്കിലും ഒന്നിച്ചു ചെയ്യണമെന്ന മോഹം സുഹൃത്തുക്കൾക്കിടയിൽ നാം വിട്ടു. ആ സമയം ശാരീരികമായി ചലനശേഷിയില്ലാത്തവരെ പരിചരിക്കുന്ന ഒരു സംഘടന ഹരിയെ സമീപിച്ചു. 2 വയസ്സ് മുതൽ പ്രായമായവർ വരെ അവരുടെ സംരക്ഷണയിലുണ്ട്. നടക്കാൻ കഴിയാത്തവരും ചലനശേഷി അല്പം പോലും ഇല്ലാത്തവരുമായ ആളുകൾ. അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും പരസഹായം വേണം. എന്തെങ്കിലും ചെയ്യാനാകുമോ? പരിമിതമായ റിസോഴ്സ് ഉപയോഗിച്ച് സ്വയം ചലിക്കുന്ന വീൽ ചെയർ നിർമ്മിക്കണം. കേവലം വിരലുകൾക്ക് മാത്രം ചലനശേഷിയുള്ളവരുണ്ട്. അവർക്ക് ഉപയോഗിക്കാനാകണം. ടെക്നോളജി കയ്യിലുള്ള ഹരി ഡിസൈനിങ് തുടങ്ങി. കാറിൻ്റെ വൈപ്പർ മോട്ടോർ ഉപയോഗിച്ച് ഒരു ചലിക്കുന്ന വീൽ ചെയർ ഉണ്ടാക്കിയെടുത്തു. ഏതാണ്ട് 25 വർഷം മുമ്പാണെന്ന് ഓർക്കണം. സ്റ്റാർട്ടപ്പ് സങ്കല്പമോ ഇന്നൊവേഷൻ സൗകര്യമോ ഇല്ലാതിരുന്ന കാലം. ചലനശേഷിയില്ലാത്തവർ ജീവിതകാലം മുഴുവൻ കിടക്കുന്നിടത്ത് നിന്ന് അനങ്ങാനാകാതെ, 4 ചുവരുകൾക്കപ്പുറമുള്ള ലോകം കാണാനാകാതെ, ബാല്യം മുതൽ വാർദ്ധക്യം വരെ കിടന്നു പോകുന്ന അവസ്ഥ. സാധാരണ വീൽ ചെയറുകളിൽ ഒന്നുകിൽ സ്വയം വീലുകൾ കറക്കണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം. കൈകൾക്ക് പോലും ചലനശേഷിയില്ലാത്തവർക്ക് മാനുവൽ വീൽ ചെയറുകൾ സ്വയം പ്രവർത്തിപ്പിക്കാനാകില്ല. ആ സമയം വിദേശ ബ്രാൻഡുകളുടെ ഇലക്ട്രിക് വീൽ ചെയറുകളെ കിട്ടു. അവയ്ക്കാകട്ടെ നല്ല വിലയും. ഇത് ലോകമാകമാനം ദശലക്ഷക്കണക്കിന് മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ ആ 5 സുഹൃത്തുക്കൾക്കും കഴിഞ്ഞു. ചലനശേഷി ഇല്ലാതെ കിടക്കുന്ന കുറേ മനുഷ്യർക്ക് വേണ്ടി
ആ സംഘടന ഹരിക്ക് മുന്നിൽ വെച്ച റിക്വസ്റ്റ് ഒരു നിമിത്തമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. നിമിത്തമല്ല, ഒരു ദൗത്യം. മനുഷ്യനായി പിറന്നിട്ടും ഒന്ന് ചലിക്കാൻ പോലും ആകാതെ കിടന്നുപോയവർക്കായി ഉടനെ ചെയ്തു തുടങ്ങേണ്ട ഒരു വിശുദ്ധ ദൗത്യം. ഒട്ടകപ്പക്ഷിയെ കണ്ടിട്ടില്ലേ? ഓസ്ട്രിച്ച്. പേരിൽ പക്ഷിയാണ്, പക്ഷെ പറക്കാനാകില്ല. അതുപോലെ മനുഷ്യരായി ജനിച്ചിട്ടും ചലിക്കാൻ പറ്റാതെയായി പോയ ജീവിതങ്ങൾ. 2007 ഓഗസ്റ്റിൽ കമ്പനി രൂപീകരിച്ചു. പേരെന്തായിരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല, ഓസ്ട്രിച്ച്. മോട്ടോറൈസ്ഡായ വിദേശ വീൽചെയറുകൾ അന്ന് ഇന്ത്യയിൽ ലഭ്യമായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ റോഡുകൾക്കും ഗ്രാമങ്ങൾക്കും പറ്റിയതായിരുന്നില്ല. മറ്റൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ശാരീരിക അവശതകൾ പലതരത്തിലായിരിക്കും. ചിലർക്ക് കാലുകൾ ചലിപ്പിക്കാൻ മാത്രം സാധിക്കുന്നവരാകാം. ചിലർക്ക് ശരീരത്തിൽ വിരലുകൾ മാത്രമാകും ചലിപ്പിക്കാനാവുക. ഈ അവസ്ഥകളെ പൂർണ്ണമായും പഠിച്ച് കസ്റ്റമൈസ് ചെയ്ത് പ്രൊഡക്റ്റുകൾ അന്ന് മാർക്കറ്റിൽ ലഭ്യമല്ല. മറ്റൊന്ന്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീൽചെയർ സർവീസ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അടുത്ത ഏറ്റവും വലിയ പ്രോബ്ലം, വിദേശ ഓട്ടോമാറ്റിക് വീൽചെയറുകൾ സാധാരണക്കാരന് അഫോർഡബിൾ ആയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് 10 കോടിയോളം വരുന്ന ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന മനുഷ്യർക്ക് മുന്നിൽ ഓപ്ഷനുകൾ ഇല്ലാതിരുന്ന കാലം. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ മന്നനായ ഹരിക്ക് വേണുവും ശ്രീജിത്തും ബിനുവും ഹർഷയും കട്ടയ്ക്ക് പിന്തുണ നൽകി. കമ്പനിക്ക് റിസർച്ചിലേക്കും പ്രൊഡക്റ്റ് ഇന്നൊവേഷനിലേക്കും കടക്കണം. ഇന്നത്തെ പോലെ സ്റ്റാർട്ടപ്പ് കൾച്ചർ ഇല്ലാതിരുന്ന കാലമാണെന്ന് ഓർക്കണം. മികച്ച ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് എല്ലാവരും കൂടി കമ്പനി തുടങ്ങാൻ ഇറങ്ങിയാൽ അത് ആത്മഹത്യാപരമാണെന്ന് ആ സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. ടെക്നോളജി കൈവശമുള്ള ഹരി റിസർച്ചിലേക്കും പ്രൊഡക്റ്റ് ഇന്നൊവേഷനിലേക്കും കടന്നു. അതിനുവേണ്ടി വരുന്ന ഭീമമായ തുക 4 സുഹൃത്തുക്കളും അവരുടെ മാസശമ്പളത്തിൽ നിന്നെടുത്ത് ഫണ്ട് ചെയ്തു. അതായിരുന്നു സംരംഭത്തിലെ കമ്മിറ്റ്മെൻറ്റ്. അതായിരുന്നു ഫ്രണ്ട്ഷിപ്പ്. താമസിയാതെ നമ്മുടെ നാട്ടിലെ കുഴികളും മുഴകളും നിറഞ്ഞ ലെവലല്ലാത്ത റോഡുകളിലും ഗ്രാമീണ പാതകളിലും സഞ്ചരിക്കാൻ പാകമാകുന്ന ഇന്ത്യയുടെ സ്വന്തം ഇലക്ട്രിക് വീൽചെയർ ടെക്നോളജി യാഥാർത്ഥ്യമായി. ആ ഡിസൈനും ടെക്നോളജിക്കും പേറ്റന്റ് കിട്ടി. ഇനിയാണ് ചലഞ്ച്. ലോകത്തെ ഏറ്റവും മികച്ച ഇലക്ട്രിക് വീൽചെയറിൻ്റെ പേറ്റന്റ് ഡിസൈനും പ്രോട്ടോടൈപ്പും റെഡിയായി. ഇനി പ്രൊഡക്ഷനും മാർക്കറ്റിലേക്കുള്ള എൻട്രിയും വേണം. തുടക്കം 2-3 മാസം കൂടുമ്പോൾ മാത്രമാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റിയത്. കാരണം മാസ് മാർക്കറ്റിങ്ങിന് ഇറങ്ങിയിരുന്നില്ല. അങ്ങനെ മാസ് മാർക്കറ്റ് ചെയ്യാവുന്ന പ്രൊഡക്റ്റല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ സെൻസിറ്റീവായ പ്രൊഡക്റ്റാണ്. അതിൽ കേവലം വിൽപ്പനയുടെ അംശം പോരാ, മനുഷ്യത്വം വേണം. കസ്റ്റമൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്ഷമയും ഓരോ സാഹചര്യങ്ങളും പഠിക്കാനുള്ള മനസ്സും വേണം. സ്വന്തം ടെക്നോളജിയിൽ മോട്ടോറൈസ്ഡ് വീൽചെയർ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കമ്പനിയാണ് ഓസ്ട്രിച്ച്. പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും സെയിൽസും അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ഫുൾ സ്വിങ്ങിലേക്ക് കടന്നേ പറ്റൂ. കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം നിന്ന് മികച്ച എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞ ആ 4 സുഹൃത്തുക്കളും അവരവരുടെ ജോലി വിട്ട് ഓസ്ട്രിച്ചിൽ മുഴുവൻ സമയവും ഭാഗമായി. അങ്ങനെ ഓസ്ട്രിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമായി. ഇന്ത്യൻ റോഡുകളുടെ അവസ്ഥ നമുക്കറിയാം. കല്ലും കുഴികളും ചെളിയും നിറഞ്ഞ വഴിയിൽ സാധാരണ ഇരുചക്രങ്ങൾ പോലും മറിഞ്ഞു വീഴാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഇലക്ട്രിക് വീൽചെയർ ഓടിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വീൽചെയറുകൾ ഇന്ത്യൻ റോഡുകളിലെ കുഴികളിലും മുഴകളിലും തട്ടി അടിഭാഗം തകരുന്നത് സ്വാഭാവികമാണ്. അവിടെ ഓസ്ട്രിച്ച് തങ്ങളുടെ എഞ്ചിനീയറിംഗ് കരുത്ത് പുറത്തെടുത്തു. അവർ വികസിപ്പിച്ചെടുത്തതാണ് ലോക വീൽചെയർ ചരിത്രത്തിലെ തന്നെ വിപ്ലവകരമായ സ്പ്ലിറ്റ് ഫ്രെയിം ഷാസി ടെക്നോളജി. ലോകത്ത് ഇലക്ട്രിക് വീൽചെയർ വന്നിട്ട് 80 വർഷമാകുന്നു. ഈ 80 വർഷത്തെ വീൽചെയർ നിർമ്മാണ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സ്പ്ലിറ്റ് ഫ്രെയിം ഷാസി ടെക്നോളജി ഒരു കമ്പനി അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ റോഡ് എത്രയൊക്കെ തകർന്നു കിടക്കുകയാണെങ്കിലും 4 ചക്രങ്ങളും എപ്പോഴും നിലത്ത് തന്നെ ഉറച്ചു നിൽക്കും. മറിഞ്ഞു പോകുമെന്ന് പേടിയില്ലാതെ ഏത് ഓഫ് റോഡിലും ഇത് കടന്നു പോകും. വീൽചെയറിലിരിക്കുന്ന വ്യക്തി സുരക്ഷിതമായിരിക്കും. അവിടെയും തീർന്നില്ല. അവർ പേറ്റന്റ് സ്വന്തമാക്കിയ ഓട്ടോമാറ്റിക് വീൽ ബേസ് അഡ്ജസ്റ്റർ മറ്റൊരു അത്ഭുതമാണ്. വീൽചെയറിലിരിക്കുന്ന വ്യക്തിക്ക് ജോയ്സ്റ്റിക് ഉപയോഗിച്ച് വീൽചെയറിൻ്റെ വീൽ ബേസ് നീളം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. വീടിനുള്ളിലെ ഇടുങ്ങിയ വാതിലുകളിലൂടെ പോകുമ്പോൾ വീൽ ബേസ് കുറയ്ക്കാനും പുറത്ത് ഹൈവേകളിലൂടെയോ ഇടവഴികളിലൂടെയോ പോകുമ്പോൾ കൂടുതൽ സ്റ്റെബിലിറ്റിക്കായി വീൽ ബേസ് കൂട്ടാനും ഇതിലൂടെ സാധിക്കുന്നു. ഇതാണ് യഥാർത്ഥ ഇന്നൊവേഷൻ. വാർഷിക ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗം ഇന്നൊവേഷനും ഗവേഷണങ്ങൾക്കുമായി മാത്രം മാറ്റിവെക്കുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ഇത്തരമൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കൂ. ഇതാണ് സംരംഭത്തിലെ ടെക്നോളജിയുടെ സൗന്ദര്യം.
ശാരീരികമായി പരിമിതികൾ കൊണ്ട് നടക്കാനോ ചലിക്കാനോ കഴിയാതെ പോയ എത്ര ആളുകൾ ആഗ്രഹിച്ചിരുന്നിരിക്കും മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം മൂവ് ചെയ്യണമെന്ന്. അവിടെ ടെക്നോളജിയുടെ പവർ ഉപയോഗിച്ച് അസാധ്യമായത് സാധ്യമാക്കിയത് ഈ ഇന്ത്യൻ കമ്പനിയാണ്. അതിലുപരി അതിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളികളാണ്. എത്ര പേർക്കറിയാം ഈ കാര്യം? കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ നിഷാന എന്ന യുവതിയുടെ കഥ കൂടി കേൾക്കണം. നട്ടെല്ലിലെ തകരാറ് മൂലം ജന്മനാ ചലനശേഷി ഇല്ലാതെ പോയ നിഷാനയ്ക്ക് വീടിനുള്ളിൽ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പരസഹായമില്ലാതെ പോവുക അസാധ്യമായിരുന്നു. 4 വർഷം മുമ്പാണ് ഓസ്ട്രിച്ച് പവർ വീൽചെയർ കിട്ടിയത്. ജീവിതത്തിൽ സ്വന്തമായി ചലിക്കാനാകുന്നു എന്നത് എത്രമാത്രം പറഞ്ഞറിയിക്കാനാകാത്ത സ്വാതന്ത്ര്യമാണ്. അത് നിഷാനയുടെ വാക്കുകളിലുണ്ട്. ഇന്ന് വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി MSc പഠിക്കുകയാണ് നിഷാന. മാത്രമല്ല, കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു, പുറത്തു പോകുന്നു, ജീവിതത്തിൽ ചുമരുകൾക്കപ്പുറമുള്ള സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. 18,000-ലധികം ആളുകളാണ് ഇന്ന് ഓസ്ട്രിച്ച് വീൽചെയർ ഉപയോഗിക്കുന്നത്. ഈ 18,000 മനുഷ്യരിലൂടെ ഓസ്ട്രിച്ച് ദിവസവും സഞ്ചരിക്കുന്നത് എത്ര ദൂരമാണെന്നോ? 1.5 ലക്ഷം കിലോമീറ്ററുകൾ. അതെ, ഭൂമിയെ ഒരു ദിവസം 4 തവണ ചുറ്റിവരാൻ ആവശ്യമായ ദൂരമാണ് ഓരോ ദിവസവും ഓസ്ട്രിച്ച് വീൽചെയറുകൾ പിന്നിടുന്നത്. ഇതൊരു സാധാരണ നേട്ടമല്ല. രോഗം മൂലമോ അപകടത്തിൽപ്പെട്ടോ ജീവിതത്തിൽ എണീറ്റ് നടക്കാനാകാത്ത വിധം വിധി പരാജയപ്പെടുത്തിയ മനുഷ്യരാണ് മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ വീണ്ടും ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങിയത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വൻകിട കമ്പനികൾ മാത്രം ഭരിച്ചിരുന്ന വിദേശ ബ്രാൻഡുകളുടെ ആഡംബര ഉൽപ്പന്നങ്ങൾക്ക് മുന്നിൽ സാധാരണക്കാർക്ക് കൈമലർത്തേണ്ടി വന്നിരുന്ന ഒരു വിപണിയിലേക്കാണ് ഓസ്ട്രിച്ച് എന്ന ഇന്ത്യൻ കമ്പനി നെഞ്ചും വിരിച്ച് കടന്നു വന്നത്. അഫോർഡബിളായ നിരക്കിൽ എന്നാൽ അന്താരാഷ്ട്ര നിലവാരത്തേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ലോകോത്തര പ്രൊഡക്റ്റുകൾ അവർ ഇന്ത്യയിൽ നിർമ്മിച്ച് ലോകത്തിന് നൽകി. കാരണം ഈ മലയാളികളുടെ കയ്യിൽ ടെക്നോളജിയുടെ കരുത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓസ്ട്രിച്ച് ഇലക്ട്രിക് വീൽചെയറിൻ്റെ ഫൗണ്ടർമാർ പറയുന്നത്, ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതെന്തും ഞങ്ങൾ പ്രൊഡക്റ്റാക്കി മാറ്റും. ആ ആത്മവിശ്വാസം കൊണ്ടാണ് കസ്റ്റമൈസേഷൻ എന്ന മാന്ത്രികത ഓസ്ട്രിച്ചിനുണ്ടായത്. ലോകത്തിലെ മറ്റേതൊരു വലിയ ബ്രാൻഡ് എടുത്താലും അവർക്ക് നിർദ്ദിഷ്ട അളവുകളിലുള്ള മോഡലുകൾ മാത്രമേ വിൽക്കാനുണ്ടാകൂ. എന്നാൽ ഓസ്ട്രിച്ച് വിശ്വസിക്കുന്നത് ഡിസൈൻ വിത്ത് ആൻഡ് ഫോർ എൻഡ് യൂസേഴ്സ് എന്ന തത്വത്തിലാണ്. ഓരോ മനുഷ്യൻ്റെയും ശാരീരിക അവസ്ഥയും ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് അഫോർഡബിളായ പ്രൈസിൽ പൂർണ്ണമായും കസ്റ്റമൈസ്ഡ് ഇലക്ട്രിക് വീൽചെയർ നിർമ്മിച്ചു നൽകുന്ന ഏക ഇലക്ട്രിക് വീൽചെയർ കമ്പനിയായി മലയാളികളുടെ ഈ ഓസ്ട്രിച്ച് മാറി. ഉപയോഗിക്കുന്ന ആളുടെ ശാരീരികമായ സിറ്റുവേഷൻ പരിഗണിച്ച് സീറ്റിൻ്റെ ഹൈറ്റ് ഉയർത്തണോ, ചെരിവ് മാറ്റണോ, കാൽ വയ്ക്കുന്ന ഭാഗത്തിൻ്റെ ആംഗിൾ കൂട്ടണോ, ജോയ്സ്റ്റിക്ക് ഇടതുവശത്ത് വേണോ വലതുവശത്ത് വേണോ, അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തി എന്താഗ്രഹിക്കുന്നുവോ അത് അവർ എഞ്ചിനീയറിംഗ് ലാബിൽ തത്സമയം ഡിസൈൻ ചെയ്തു നൽകുന്നു. പവർ വീൽചെയറുകളിൽ മാത്രം 18 വേരിയൻറ്റുകളും മാനുവലിൽ 8 വേരിയൻറ്റുകളും ഇവർക്കുണ്ട്. പേഷ്യൻ്റ് ഹോയിസ്റ്റ്, ഇവാക്വേഷൻ ചെയറുകൾ, മൊബിലിറ്റി സ്കൂട്ടറുകൾ എന്നിവയ്ക്ക് പുറമെ ആശുപത്രികൾക്കായി ഇലക്ട്രിക് ICU ബെഡുകൾ, ഡയാലിസിസ് ബെഡുകൾ, ഗൈനക്കോളജി ബെഡുകൾ, ടിൽ ടേബിൾ, മൾട്ടിപർപ്പസ് ബെഡുകൾ എന്നിവയിലേക്കും ഓസ്ട്രിച്ച് കടന്നു. ഓസ്ട്രിച്ചിൻ്റെ മൾട്ടി ലെഗ് പൊസിഷൻ, ടൈം ടു ബെഡ് തുടങ്ങിയവ സമാനതകളില്ലാത്ത ടെക്നോളജികളാണ്. ഒരു വീൽചെയർ വിറ്റുകഴിഞ്ഞാൽ തീരുന്ന ബന്ധമല്ല ഓസ്ട്രിച്ചിൻ്റേത്. വീൽചെയർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് കേടുവന്നാൽ കടകളിൽ കൊണ്ടുപോയി നന്നാക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇവിടെയാണ് ഓസ്ട്രിച്ച് തങ്ങളുടെ ഏറ്റവും വലിയ സർവീസ് പുറത്തെടുത്തത്, ലൈഫ് ലോങ് ഡോർ സ്റ്റെപ്പ് സർവീസ്. ഈ ആത്മാർത്ഥത കൊണ്ടാണ് കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിൻ്റെയും രാജ്യത്തെ പ്രമുഖ ആശുപത്രികൾ, കോർപ്പറേറ്റുകൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, NGOകൾ എന്നിവരുടെയും ഏറ്റവും വലിയ ഒഫീഷ്യൽ സപ്ലയറായി ഓസ്ട്രിച്ച് മാറിയത്. ഇന്ത്യയിൽ 40-ലധികം ബ്രാഞ്ചുകളുള്ള മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ചെയിനാണ് Cloud9. അവർക്കായി കസ്റ്റമൈസ് ചെയ്ത ബെഡുകൾ ഓസ്ട്രിച്ച് നിർമ്മിച്ചു നൽകുന്നു. സിസ്കോ, ഇൻഫോസിസ് എന്നിവരുടെ എല്ലാം ക്യാമ്പസുകളിലെ പവേർഡ് വീൽചെയർ ഓസ്ട്രിച്ചിൻ്റേതാണ്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഒന്നിച്ച് പഠിച്ച് ബാല്യകാലം മുതൽ സുഹൃത്തുക്കളായിരുന്നവർ അവർ പിന്നീട് ഫോർച്യൂൺ 500 കമ്പനികളിൽ വരെ വർക്ക് ചെയ്ത പ്രൊഫഷണൽസായി മാറുന്നു. കാലങ്ങൾക്ക് ശേഷം സമൂഹത്തിന് എന്ത് തിരികെ നൽകാനാകുമെന്ന ചിന്ത ആ സുഹൃത്തുക്കളെ ലോകത്തെ ഏറ്റവും യുണീക്കായ, സോഷ്യലി റെലവൻ്റായ ഒരു പ്രൊഡക്റ്റിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നു. ആ സംരംഭം പിറന്നിട്ട് 20 വർഷമാകുമ്പോൾ ഓസ്ട്രിച്ച് എന്ന ആ ബ്രാൻഡ് ഇന്ന് ലോകം കീഴടക്കുന്ന ഇന്ത്യൻ കരുത്തായി മാറിയിരിക്കുന്നു. ഇത് വെറുമൊരു കമ്പനിയല്ല, ശാരീരിക പരിമിതികൾ ഉള്ളവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഇന്ത്യൻ വിപ്ലവമാണ്.
അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ പേഴ്സണൽ മൊബിലിറ്റി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് എൻ്റർപ്രൈസായ ഓസ്ട്രിച്ച്. ചക്ര കസേരകളിലിരുന്ന് ലോകം കീഴടക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും വിജയഗാഥയ്ക്ക് പിന്നിൽ അവരെ നയിക്കുന്ന ആ പവർഫുൾ എഞ്ചിൻ്റെ പേരാണ് ഇന്ന് ഓസ്ട്രിച്ച്. വാലറ്റം ഇതാണ്. 2014 ബാംഗ്ലൂർ ഡേയ്സ് എന്ന പടം ഇറങ്ങി. കണ്ടിട്ടില്ലേ? ദുൽഖർ സൽമാന്റെ കഥാപാത്രമായ അജു പാർവതി അഭിനയിച്ച സാറ എന്ന റേഡിയോ ജോക്കിയുമായി സൗഹൃദത്തിലാകുന്നു. സാറ കാലുകൾ തളർന്ന് വീൽചെയറിന്റെ സഹായത്തോടെ മൂവ് ചെയ്യുന്ന വ്യക്തിയാണ്. അതിൽ വീൽചെയർ തന്നെയും ഒരു കഥാപാത്രമാണ്. ഓസ്ട്രിച്ചിന്റെ ഇലക്ട്രിക് വീൽചെയറാണ് സാറ ഉപയോഗിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? ആ സിനിമ ഓസ്ട്രിച്ചിന്റെ ഇലക്ട്രിക് വീൽചെയറുകളുടെ കൃത്യതയും കോമ്പാക്റ്റബിലിറ്റിയും സൗകര്യവുമെല്ലാം അഭ്രപാളിയിലെത്തിച്ചു. അത് ഓസ്ട്രിച്ചിന് വലിയ ബ്രാൻഡിംഗ് ആയി. സാധാരണക്കാരിലേക്ക് പ്രൊഡക്റ്റ് അവയർനെസ് എത്താൻ ബാംഗ്ലൂർ ഡേയ്സ് സഹായിച്ചു. പലരും കരുതിയത് ഏതോ വിദേശ ബ്രാൻഡിന്റെ വീൽചെയറാണ് സിനിമയിൽ ഉപയോഗിച്ചതെന്നായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തീർത്തും മേക്ക് ഇൻ ഇന്ത്യയായ ഏക ഇലക്ട്രിക് വീൽചെയറായ ഓസ്ട്രിച്ച് അല്ലാതെ പിന്നെ ഏതാണ് അത്തരമൊരു സീനിലേക്ക് സംവിധായകൻ തിരഞ്ഞെടുക്കുക? സിനിമയിലെ ആ ഇലക്ട്രിക് വീൽചെയർ ചലനമില്ലാത്ത പലരുടെയും സ്വപ്നമായി. ആ സിനിമ കണ്ട് ഓസ്ട്രിച്ച് വാങ്ങിയവർ നിരവധി പേരാണ്. ആദ്യം പറഞ്ഞ വൈക്കത്തെ മീരയെപ്പോലെ. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channelive.com.